നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ ഈ കാർ എടുത്തത് എങ്ങോട്ടായി പോണേന്ന് അല്ലേ? ഞാനീ പോണത് കുർബാനയ്ക്കാണ്, പള്ളിയിലോട്ടാണ് പോണേ. പള്ളിയിൽ ഇനി ന്യൂ ഇയറിന് പരിപാടിയൊക്കെയും കുർബാനയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം 2025 അവസാനിക്കണ ദിവസം തന്നെ നമ്മൾ പോയി. കാരണം ഈ വർഷം അവസാനിക്കണതിൻ്റെ പ്രാർത്ഥനയും ആരാധനയും സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം 2026 സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ആരാധനയും പ്രാർത്ഥനയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് നേരത്തെ പോയി. പോണ വഴിക്ക് എല്ലാം ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് പിള്ളേരുകളെല്ലാവരും പാട്ടും ഡാൻസും ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പോണ വഴിക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തിയപ്പോൾ എന്താ ആരും വന്നിട്ടില്ല. കുറച്ച് നേരം അവിടെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. പിന്നെ കുർബാനയ്ക്ക് തുടങ്ങണേക്കാളും മുന്നേ ആരാധനയും പ്രാർത്ഥനയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ കുറച്ച് നേരം പള്ളിയിലിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ന്യൂ ഇയറിൻ്റെ കുർബാന എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും അതിൽ പറയുക, എന്തൊക്കെ പ്രാർത്ഥനകളായിരിക്കും എന്നൊക്കെ പറയുക, അന്ന് അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ വിചാരിച്ചു ന്യൂ ഇയർ അല്ലേ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ വിചാരിച്ചു എന്നാൽ ബിരിയാണി ഉണ്ടാക്കാം. സാധാരണ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും. അപ്പോൾ ബിരിയാണി ആസ് യൂഷ്വൽ എല്ലാവരും ഉണ്ടാക്കണ പോലെ ഞങ്ങളും ഉണ്ടാക്കി ബിരിയാണി. കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ലതായിരുന്നു, കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു.